നമസ്കാരമുണ്ടേ. ഞാൻ വിനോദാണ്. വിരാട വിനോദത്തിൻ്റെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾ കൂടി നടത്തിയ ഒരു തെക്കൻ യാത്രയുടെ 4ാം ഭാഗത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ 4ാം ഭാഗത്തെ കാഴ്ചകളിൽ വിവേകാനന്ദ പാറയുണ്ട്, ത്രിവേണി സംഗമമുണ്ട്, 133 അടി ഉയരത്തിലുള്ള തിരുവള്ളുവർ പ്രതിമയിൽ നിന്നുള്ള കാഴ്ചകളുണ്ട്. ഇതൊന്നും കൂടാതെ സമുദ്രത്തിൻ്റെ മുകളിലൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വിവേകാനന്ദ പാറയിലേക്കുള്ള ഫെറി ചാർജ് 75 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ വന്ന് 30 രൂപയുടെ ഒരു ടിക്കറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഈ നേരെ കാണുന്നതാണ് വിവേകാനന്ദ മണ്ഡപം. ഈ മണ്ഡപത്തിന് താഴെ ചെരുപ്പ് സൂക്ഷിക്കാനൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഈ പാറയിലേക്ക് കയറാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്ത് കാല് ഭയങ്കരമായിട്ട് പൊള്ളും. പക്ഷെ അതിന് വേണ്ടിയിട്ട് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമുക്ക് നടക്കാനുള്ള വഴിയിലൂടെ ഒരു വെളുത്ത പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതിൽ ചവിട്ടിയാൽ നമുക്ക് കാലിൻ്റെ ചൂട് അനുഭവപ്പെടില്ല. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ നടക്കാനായിട്ട്. നമ്മുടെ ഈ വിവേകാനന്ദ റോക്ക് ഇങ്ങനെ ഉണ്ടാക്കിയത് 1970-ലാണ് കേട്ടോ. ഏകനാഥ് റാണഡെ എന്ന് പറയുന്ന ഒരു RSS പ്രചാരക്, അദ്ദേഹം മുൻകൈയെടുത്താണ് ഈ മെമ്മോറിയൽ ഇവിടെ സ്ഥാപിച്ചത്. ഈ മണ്ഡപത്തിനകത്ത് വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. ഈ മണ്ഡപത്തിലാണ് 1892 സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്നത് എന്ന് പറയപ്പെടുന്നത്. അഖില ലോക മത സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ. അതിനു മുമ്പുള്ള ധ്യാനമിരുന്ന സ്ഥലമാണ് ഈ വിവേകാനന്ദ റോക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഈ മണ്ഡപത്തിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ധ്യാനിക്കാനുള്ള ഒരു മുറിയുണ്ട്. ഇവിടെയും വീഡിയോഗ്രാഫി അലൗഡല്ല. ഈ മുറിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കാൻ കേട്ടോ. വളരെ ആൾക്കാരവിടെ വന്നിരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ഓംകാര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ റിഥം അനുസരിച്ച് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത് ഒരു ബുക്ക് സ്റ്റാളാണ്. ഇവിടെ സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചതും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ദൂരെ കാണുന്നതാണ് തിരുവള്ളുവരുടെ പ്രതിമ. തൊട്ടു മുമ്പിൽ കാണുന്ന ആർച്ച് പോലെ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജുമാണ്. ഇത് വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ നടന്നു പോകുന്നു. ഇതൊരു റെയിൻ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. കാര്യം കടലിൻ്റെ നടുക്കാണെങ്കിലും നല്ല വെള്ളത്തിന് വേണ്ടിയിട്ട് റെയിൻ ഹാർവെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു മഴവെള്ള സംഭരണിയാണത്. ഈ വിവേകാനന്ദ മണ്ഡപത്തിന് നേരെ മുമ്പിൽ കാണുന്നത് ശ്രീപാദ മണ്ഡപമാണ്. ശ്രീപാദ മണ്ഡപം എന്ന് പറഞ്ഞാൽ ദേവി കന്യാകുമാരിയുടെ പാദം പതിഞ്ഞുവെന്ന് കരുതപ്പെടുന്ന ഒരു ഭാഗമാണ്. അവിടെയും നമുക്ക് വീഡിയോഗ്രാഫി അലൗഡല്ല. ദേവിയുടെ പാദത്തിൻ്റെ ഷേപ്പും അവിടെ ഒരു പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനകത്ത് കയറി പതിയെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ ചുറ്റുമുള്ള കടലിൻ്റെ ഒരു ഭംഗി ഒരു അപാരമാണ്. കാരണം 3 കടലുകൾ ചേരുന്ന ത്രിവേണി സംഗമത്തിലാണ് ഈ വിവേകാനന്ദ മെമ്മോറിയൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാം.
ഈ ഗ്ലാസ് ബ്രിഡ്ജ്, സമുദ്രത്തിന് മുകളിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതിന് ഏതാണ്ട് 77 മീറ്റർ നീളമുണ്ട്. നടക്കുമ്പോൾ ചെറിയൊരു ഭയമൊക്കെ തോന്നും. കാരണം താഴെ അലയടിച്ച് ഉയരുന്ന കടലാണ്. പാറയിലൊക്കെ വെള്ളം അടിച്ചിങ്ങനെ പതഞ്ഞ് വരുന്നത് നമുക്ക് മുകളിലൂടെ കാണാൻ പറ്റും. ചിലരൊക്കെ ഭയന്ന് മാറി സൈഡിലൂടെ പോകുന്നതും കാണാം നമുക്ക്. നല്ല വെയിലായതുകൊണ്ട് നന്നായിട്ട് കാല് കൊള്ളും. ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പില്ലാതെ വേണം നമുക്കതിൻ്റെ മുകളിലൂടെ നടക്കാനായിട്ട്. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിലും നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അനുഭവം വെച്ച് നോക്കാം. ഇത് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിന് പക്ഷേ 40 മീറ്റർ നീളമേ ഉള്ളൂ. ഇത് 77 മീറ്റർ നീളമുണ്ട്. അങ്ങനെ നമ്മൾ തിരുവള്ളുവരെ കാണാൻ പോവുകയാണ്. തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് ബേസിൽ നിന്ന് 133 അടി ഉയരമുണ്ട്. ഈ 133ൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, തിരുക്കുറളിൽ 133 അധ്യായങ്ങളാണ് അത്രയുള്ളത്. അതിൻ്റെ സിംബോളിസമായിട്ടാണ് 133 അടി ഉയരത്തിൽ തിരുവള്ളുവർ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവള്ളുവർ പ്രതിമയുടെ പാദത്തിന് തൊട്ടടുത്ത് നമ്മളെത്തി. ഇവിടം വരെ വന്ന് നമുക്ക് കടലിൻ്റെ ഭംഗിയും ആ കടലിൽ നിന്നുള്ള ഈ കാറ്റും ഒക്കെ ആസ്വദിക്കാം. ഇത് തിരുവള്ളുവരുടെ പാദമാണ്. നല്ല മനോഹരമായ സൃഷ്ടിയല്ലേ? എത്ര ഭംഗിയായിട്ടാണത് കൊത്തിയിരിക്കുന്നത് നോക്കുക. ഇവിടെ നിന്നുള്ള കടലിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അപാരമാണ്. 3 കടലുകളും യോജിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് ആ കടലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ നേരിൽ കാണുന്നതിൻ്റെ എത്ര ശതമാനം നമുക്ക് ഈ വീഡിയോയിൽ വരുത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്താണേലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ത്രിവേണി സംഗമം ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ താഴേക്കിറങ്ങി വരുമ്പോൾ തിരുക്കുറളിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പുറത്തേക്ക്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ മെമ്മോറിയലിനോട് വിട പറയുകയാണ്. വീണ്ടും ഫെറിയിൽ കയറാനുള്ള ക്യൂവിലേക്ക്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. അടുത്ത ഭാഗത്ത് നമ്മൾ 5ാം ഭാഗത്ത് കാണിക്കാനിരിക്കുന്നത് കന്യാകുമാരിയിലെ അസ്തമയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളുമാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ, അതുവരേക്കും നന്ദി.